മാധ്യമങ്ങൾ താങ്കളെ പല ഘട്ടങ്ങളിലും താങ്കളോട് സംസാരിക്കാനും താങ്കളുടെ പ്രതികരണങ്ങൾ അറിയാനും ഒക്കെ ശ്രമിക്കുമ്പോഴും താങ്കൾ ഞങ്ങളെ ഒരു ശത്രുക്കളെ പോലെയാണ് കാണുന്നത്. പലപ്പോഴും ഞങ്ങളെ നിങ്ങൾ എത്ര പേരുടെ പ്രതിനിധിയാ? എനിക്ക് മനസ്സിലാവും. നിങ്ങളുടെ കാര്യം പറഞ്ഞാൽ മതി. ഞങ്ങൾ എന്ന് പറയാതെ എന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. മാത്രമല്ല ഞാൻ നിൽക്കുന്ന ഒരു തൊഴിലിടത്തിന്റെ കാര്യമാണ് പറയുന്നത്. ഞങ്ങളുടെ ഒരു ജോലിയുടെ ഭാഗമായിട്ട് ഞങ്ങളത് പറയണ്ട നിങ്ങളുടെ കാര്യം പറഞ്ഞാൽ മതി. തീർച്ചയായിട്ടും അങ്ങനെ പറയേണ്ടതുണ്ടല്ലോ. അല്ല പറയേണ്ടതില്ല. ഇല്ല അതിന് മറുപടി ഇല്ല. നിങ്ങളുടെ കാര്യം പറഞ്ഞു. ആണോ? ഓ അപ്പൊ നിങ്ങൾ ഇദ്ദേഹത്തിന്റെ ഏജന്റാ അല്ലേ? അല്ല നിങ്ങൾ വീട്ടിൽ അനുവാദമില്ലാതെ വന്ന് കയറി രഹസ്യ സംഭാഷണം കേൾക്കുന്ന ആളാണ് നിങ്ങള് അങ്ങനെ പറയരുതെന്നോ? എന്റെ വീട്ടിൽ കിടക്കുന്ന സംഭാഷണം എന്താണെന്നോ? നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ സമ്മതിക്കോ? നിങ്ങളുടെ വീട്ടിനകത്ത് നടത്തുന്ന സംഭാഷണം ആരോപണമല്ല, നിങ്ങൾ ചെയ്തതാണ്. എന്താണെന്ന്? എന്റെ വീട്ടിൽ അനുവാദമില്ലാതെ കയറി ഞാനുമായിട്ട് സംസാരിക്കുന്ന ഈ വാദം വന്നോ? തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വിളിക്കും. തെരഞ്ഞെടുപ്പ് ഇപ്പൊ ഞാൻ സംസാരിച്ചല്ലോ. തെരഞ്ഞെടുപ്പല്ലത്. ഞങ്ങളുടെ വീട്ടിൽ പലരും വരും. അതൊരു പത്രപ്രവർത്തനം വന്നത് നിങ്ങൾ കേൾക്കുന്ന ഇവിടെ കേട്ടില്ല. നിങ്ങൾ ഈ തെറ്റ് നിങ്ങളെ എന്റെ വീട്ടിനകത്ത് കയറണമെങ്കിൽ എന്റെ അനുവാദം വേണം. ഇന്നിപ്പോ കയറാം, എനിക്ക് പറയാറുണ്ട്. മുമ്പ് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒറ്റയ്ക്കാണ് വന്നത്, ഒറ്റയാളില്ല പറയും. ആരും അറിഞ്ഞല്ല. അല്ല പറഞ്ഞു, നിങ്ങളുടെ റിപ്പോർട്ടർമാർക്ക് സർവ്വസ്വാതന്ത്ര്യമൊന്നുമില്ല. പിന്നെന്താ? എന്റെ വീട്ടിൽ എന്റെ അനുവാദമില്ലാതെ വന്ന് ഞങ്ങൾ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ ഇവിടെ വന്നത് കേൾക്കാൻ പാടില്ല. എന്റെ വീട്ടിൽ വരാൻ പാടില്ല എന്ന് അനുവാദമില്ലാതെ. നിങ്ങളെ അതെ ഇല്ല, നിങ്ങൾ വരാൻ പാടില്ല. നിങ്ങൾ ഇവിടെ നിന്നു. നിങ്ങൾ ഇനി ഇവിടെ വരുമല്ല, കാരണം വരുമല്ലേ, ഇനിയും വരുമല്ലേ? അല്ലല്ല, നിങ്ങൾ ഒരാളെ സംസാരിക്കാം. ജി സുധാകരൻ ആയതുകൊണ്ടാണല്ലോ ഞാനിപ്പോ സംസാരിച്ചത്. എനിക്ക് സംസാരിക്കാനുള്ള സമയത്ത് ചൂടാവുന്ന നിങ്ങളാണ്. അപ്പൊ പിന്നെ നമുക്ക് അവസാനിപ്പിക്കാം. ആദ്യം അവരെ നിങ്ങളെ ജേർണലിസം പഠിപ്പിക്കുക. ആദ്യം പഠിപ്പിക്കുക. സാറെന്നൊന്നും പറയണ്ട. നിങ്ങൾ കാണിച്ച തെറ്റാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. ഇവരിങ്ങനെ സംസാരിച്ചാൽ നിങ്ങൾ എന്നെ വിളിച്ചില്ലല്ലോ. ഇത്ര തോന്നിവാസം ഞാൻ വിളിച്ച ഫോൺ എടുക്കാറുണ്ട്. നിങ്ങൾ പറയുന്ന മുഴുവൻ പച്ചക്കള്ളമാണ്. ഞാൻ ഫോൺ എടുക്കത്തില്ലെന്നോ? ഞാനോ? നിങ്ങൾ വിളിച്ചപ്പോ എടുത്തില്ല. ഞാൻ ചിലപ്പോൾ ബാത്റൂമിലാണെങ്കിലോ? നിങ്ങൾ വന്ന തെറ്റാണെന്ന് നിങ്ങൾ ബോധ്യപ്പെട്ടുണ്ടോ? വേറെ എങ്ങും പോയി ആവർത്തിക്കരുത്. ഞാനായതുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങൾ മാധ്യമങ്ങളുടെ പേരിലൊന്നും പറയണ്ട. എന്നെ കാണേണ്ടവർ വന്നോളൂ. ഞാൻ അനുവാദത്തോട് വന്നോളൂ. തർക്കത്തിന് തന്നെ പോവും. അല്ല പറയട്ടെ. ഇലക്ഷൻ നിങ്ങൾ എന്ത് ചെയ്യാനാ? ഇലക്ഷൻ നിങ്ങൾ എന്ത് ചെയ്യാനാ? നിങ്ങളുള്ള കാര്യം റിപ്പോർട്ട് ചെയ്താൽ മതി. മനസ്സിലായില്ലേ? നിങ്ങളിവിടെ അജണ്ടയായിട്ട് വന്ന 2-3 പേരുണ്ട്. അല്ല ആയിക്കോട്ടെ, അജണ്ട ആയിക്കോട്ടെ. ഉണ്ടായാലും ഒന്നുമില്ല. ഇതൊക്കെ ഞങ്ങളുടെ രാഷ്ട്രീയമാണ്. അവര് പറയുന്നത് രാഷ്ട്രീയമാണ്. മനസ്സിലായില്ലേ? എല്ലാത്തിനും നമ്മളിത് പ്രൊപ്പറേറ്റ് കിട്ടും. ആ പ്രൊപ്പറേറ്റ് പാലിച്ചാൽ യാതൊരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. ഒറ്റയ്ക്ക് വന്നു. എന്താ 10 പേരുമായിട്ടാണെങ്കിൽ എനിക്ക് മനസ്സിലാവും. നിങ്ങൾ സംസാരിക്കണ്ട. നിങ്ങളെ പറ്റിയാണ് ആക്ഷേപം. ഞാൻ നിങ്ങളുടെ ഏഷ്യാനെറ്റിന് വേണമെങ്കിൽ പരാതി ഞാൻ അയക്കുന്നില്ല. എനിക്ക് എന്റെ ആവശ്യമില്ല. നിങ്ങളുടെ തൊഴിൽ കളയേണ്ട കാര്യം എനിക്കല്ല. നിങ്ങൾക്ക് ഞാൻ ഏറ്റവും കൂടുതൽ അല്ലല്ല നിങ്ങൾ പിന്നെയും ന്യായീകരിക്കുകയാണ്. നിങ്ങൾ ഒറ്റയ്ക്കാണ് വന്നത്. നിങ്ങൾ ഒറ്റയ്ക്ക് വരാൻ പാടില്ല. ഒറ്റയ്ക്ക് നിങ്ങൾ വരേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എന്നോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ഫോൺ വിളിച്ച് പറയാം. അല്ല ഇവിടെ വന്ന് ബെല്ലടിക്കാം. തൊഴിലിന്റെ ഭാഗമല്ല, അഹങ്കാരത്തിന്റെ ഭാഗം. തൊഴിലിന്റെ ഭാഗമല്ല. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടു. രാഷ്ട്രീയ നേതാവിന്റെ എപ്പോഴും ചെല്ലാം. അല്ല അത് എല്ലാം ആലോചിച്ചാന്ന് മനസ്സിലായി. 2-3 പേര് ആലോചിച്ച് പറഞ്ഞു. ഇത് വെറുതെയാണ്. എന്റെ പ്രതികരണം അവർ ചോദിച്ചില്ല. അവരതിനല്ല വന്നത്. മനസ്സിലായോ?